ഹലോ, ഗുഡ് മോർണിംഗ്. സോറി, ഇപ്പം നിങ്ങളിപ്പോഴേ വീഡിയോ കാണണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ വക ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. രാവിലെ തന്നെ പതിവ് പോലെ ഞാൻ ഇഞ്ചിക്കട്ടന് വേണ്ടിയിട്ട് വെള്ളം വെച്ചു, ഇഞ്ചിക്കട്ടൻ ഉണ്ടാക്കി. പക്ഷേ ബാൽക്കണി പോയിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അവിടെ കടന്നൽ കൂടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ മാസത്തിൻ്റെ തുടക്കമൊക്കെ അടിപൊളിയായിട്ട് വലിയ ലാവിഷായിട്ട് കറിയൊക്കെ വെച്ചിട്ടായിരിക്കും കഴിക്കുക. മന്തിൻ്റെ ആകുമ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ കുറഞ്ഞു വരുമല്ലോ. അന്നേരം നമ്മൾ ഉള്ള വസ്തുക്കളൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പഠിക്കും ഇല്ലേ? അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു തട്ടിക്കൂട്ട് കറിയാണ്. അപ്പമാവ് ഇന്നലത്തെ ഉണ്ടായിരുന്നു. തേങ്ങ മാത്രമേ ഉള്ളൂ, പച്ചക്കറിയായിട്ട് തേങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, ഇത്രയും ഐറ്റംസ് വെച്ച് ഇത്രയും ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യേണ്ട, ഇത്രയും ആകെ ഈ വീട്ടിലുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ പെട്ടെന്ന് ഓർത്ത് കണ്ടുപിടിച്ചതാണ്. ഇതെൻ്റെ അമ്മ എനിക്ക് പണ്ട് അപ്പത്തിനോട് ഉണ്ടാക്കി തരുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ്. തേങ്ങ ചമ്മന്തി തോരൻ എന്നൊക്കെ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പം ആദ്യം കടുക് വറുത്തു, പിന്നെ കറിവേപ്പിലയും മുളകും പൊട്ടിച്ചു, പിന്നെ ഉള്ളിയും തേങ്ങയും കൂടി ഇട്ടൊന്ന് വരട്ടി എടുത്തൊരു തോരൻ ടൈപ്പ് പോലെ നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പച്ചക്കറി ഒന്നുമില്ല, കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. കുട്ടികൾക്കാണെങ്കിൽ അവർ എല്ലാ ഭക്ഷണവും കഴിക്കുമില്ല, അവർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കുഞ്ഞിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം, ഉപ്പും ആഡ് ചെയ്യണം കേട്ടോ, മറന്നുപോയി പറയാൻ. മുളക് പൊടി നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക, തോരൻ പോലെ ആക്കി എടുക്കുക. തേങ്ങ ഡ്രൈ ആവുന്നത് വരെ വരട്ടിയെടുക്കുക. നിങ്ങളുടെ ഒരു പരിവ് അറിയാലോ, ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടേസ്റ്റിനൊത്ത് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഹസ്ബൻഡ് രാവിലെ തന്നെ ഓഫീസിൽ പോയപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇന്ന് ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അപ്പോൾ അതെ, അപ്പം ഇവിടെ ആവുന്നുണ്ട്, ഒരു സൈഡിൽ മോളുടെ പാലാവുന്നുണ്ട്. ഞാൻ മല്ല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ഈ മാവിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ക്രിസ്പി അപ്പമായിട്ട് വന്നില്ല. ഇന്നലെയും അതേ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ഭംഗിയില്ലായിരുന്നു, ഇച്ചിരി പൊളിഞ്ഞ അപ്പമായിപ്പോയി. മേ ബി എനിക്കറിയത്തില്ല, ആ ബാറ്ററിൻ്റെ പ്രശ്നമായിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമായിരിക്കാം. എനിവേയ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഈ ചൂട് അപ്പവും പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഈ തേങ്ങാ ചമ്മന്തി തോരനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യൂ. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യൂ കേട്ടോ. ടാറ്റ, ബൈ ബൈ.